ദല്ലാൾ മുതൽ വേശ്യ വരെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഇവറ്റകൾ. തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് ആരാണ്? സ്ഥാനാർത്ഥികളുടെ മികവുകളാണോ ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്? സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് അവർക്കാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ മാത്രമല്ല, സർക്കാർ രൂപീകരണത്തിൽ പോലും സ്വാധീനം ചെലുത്തുന്നത്, അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത് ചില വേശ്യകളുടെയും പിമ്പുകളുടെയും ദല്ലാൾമാരുടെയും ഇടപെടലുകളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടാകേണ്ടിയിരുന്ന തുടർഭരണം അട്ടിമറിക്കപ്പെട്ടത് ഒരു വേശ്യയെ മുന്നിൽ നിർത്തി ഭരണമുന്നണിയിലെയും പ്രതിപക്ഷത്തെയും ചില കസേരമോഹികൾ കളിച്ച കളികൾ കൊണ്ടാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതാ ഒരു പിമ്പ് അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരനെ മുന്നിൽ നിർത്തി കളികൾ തുടങ്ങിയിരിക്കുകയാണ്. പാർട്ടി ഭേദമന്യേ ആർക്കു വേണ്ടിയും മാമാപ്പണി ചെയ്യുന്ന ഒരു തീവെട്ടി, ദല്ലാൽ നന്ദകുമാർ എന്നാണത്രേ ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ആരോപണങ്ങൾക്ക് മുടിഞ്ഞ ഡിമാൻഡാണത്രേ ഇപ്പോൾ. പത്മജയുടെ BJP പ്രവേശനം നടന്നപ്പോഴും അതിൻ്റെ പിന്നിലും ഞാൻ താൻ എന്ന് പറഞ്ഞ് പിമ്പ് വന്നിരുന്നു. പക്ഷേ അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായി അറിയപ്പെടുന്ന പിമ്പ് നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാകുന്നത് ഇതാദ്യമായല്ല. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം മുതൽ ജഡ്ജിമാരെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചുവെന്ന ആരോപണം വരെ നേരിട്ടയാളാണ് ഈ നന്ദകുമാർ. VS സർക്കാരിൻ്റെ കാലത്ത് കേരള സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ഡാറ്റാ സെന്റർ അനിൽ അംബാനി ഗ്രൂപ്പിന് കൈമാറിയ ഈ ദല്ലാൽ നന്ദകുമാറും ചേർന്നാണെന്ന ആരോപണം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പിന്നീട് നിരവധി വിവാദങ്ങളിൽ നന്ദകുമാറിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കുന്നതിലുമെല്ലാം നന്ദകുമാറിൻ്റെ പങ്ക് ഉയർന്നു കേട്ടിരുന്നു. അങ്ങനെ നാട്ടിൽ എന്ത് അവിഹിതകർമ്മം നടന്നാലും, പട്ടി മാസം തികയാതെ പെറ്റാലും അതുവരെ നന്ദകുമാറിൻ്റെ കളിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെല്ലാം ഒരു അലങ്കാരമായി കണ്ട് അതൊന്നും നന്ദകുമാർ നിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. നന്ദകുമാറിൻ്റെ സ്വത്ത് സംബന്ധിച്ച ആദായനികുതി വകുപ്പും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വ്യാജപേരിൽ കത്തെഴുതിയ കേസിൽ ക്രൈംബ്രാഞ്ചും CBIയും ഒക്കെ നന്ദകുമാറിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഒരു പ്രമുഖ നടനെ നിർവാണിഫ കേസിൽ നിന്നും രക്ഷിക്കുവാൻ 10 ലക്ഷം രൂപ നന്ദകുമാർ നടനോട് ആവശ്യപ്പെട്ടെന്ന് PC ജോർജ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. ജോമോൻ പുത്തുമ്പുരയ്ക്കൽ 2008 DGP രമൺ ശ്രീവാസ്തവയ്ക്ക് നൽകിയ ഒരു പരാതിയിലൂടെയാണ് ആദ്യമായി TG നന്ദകുമാർ വാർത്തകളിലെത്തുന്നത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെ പണി കൊടുക്കാനായി പിമ്പ് നന്ദകുമാറിനെ ഇറക്കിയിരിക്കുന്നത് പഴയ സൂര്യനെല്ലി PJ കുര്യൻ്റെ ആശീർവാദത്തോടെയാണ്. ഷെഡിൽ കയറിയ ഈ കുര്യനെ BJPയിലേക്ക് എടുക്കും എന്ന് അദ്ദേഹം വെറുതെ മോഹിച്ചു. വയസ്സ് 80 കഴിഞ്ഞിട്ടും പാർലമെന്ററി മോഹം അസ്തമിക്കാത്ത സൂര്യനെല്ലി കുര്യൻ ആന്റണി ചക്കന് ആ അവസരം കിട്ടിയ കുശുമ്പിലാണ് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. കൊട്ടാരക്കര കൊണേശിനു വേണ്ടി സോളാർ പീഡന കേസിലെ പരാതിക്കാരിയുടെ കത്ത് അവരുടെ കയ്യിൽ നിന്നും വൻതുക നൽകി വാങ്ങിയതും അത് ചാനലിലൂടെ പുറത്തുവിട്ടതും ഈ പിമ്പ് നന്ദകുമാർ ആയിരുന്നു പോലും. അങ്ങനെ ഏത് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാകുമ്പോഴും അപ്പൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സ്വന്തം പേര് വെക്കുവാൻ മടിയുള്ളവർക്ക് സമീപിക്കാവുന്ന വിശ്വസ്ത സ്ഥാപനമാണ് നന്ദകുമാർ. ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്ന ആലപ്പുഴ നെടുപടി താന്നിക്കൽ ഗോപിനാഥൻ നായരുടെയും വീട്ടമ്മയായ ശാന്തകുമാരുടെയും 2 മക്കളിലൊരാളാണ് പിമ്പ് നന്ദകുമാർ എന്ന TG നന്ദകുമാർ. ഇപ്പോൾ കൊച്ചി വെണ്ണലയിൽ താമസം. 1977 അച്ഛൻ ഗോപിനാഥൻ നായരുടെ മരണശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പിടലിയിലായ നന്ദകുമാർ സഹോദരിയെ വിവാഹം ചെയ്ത് അയച്ച ശേഷമാണ് കൂട്ടിപ്പിടിപ്പീര് ദല്ലാൽ പണിക്ക് ഇറങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ 10 പുത്തനൊക്കെയായി നന്ദകുമാർ നാട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര സമിതിയുടെ ചെയർമാനാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്തോ സരിതയും സ്വപ്നയും ഒന്നും ആക്റ്റീവല്ല. ഇവരെ കളത്തിലിറക്കിയാൽ ഇനി പഴയ പോലെ കത്തില്ല എന്നതുകൊണ്ടാണ് ആരും ഇത്തവണ ഇവരെ ചുമക്കാത്തത്. ഇനിയല്ലെങ്കിൽ അതുപോലെ ഒരു പുതിയ വല്ല ഐറ്റവും ഇറങ്ങണം. അതുകൊണ്ട് ഇത്തവണ നറുക്കു വീണിരിക്കുന്നത് പിമ്പ് നന്ദകുമാറിനാണ്. ഇത്രയും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഉളകളെ ഇറക്കിയാലും അവർ പറയുന്നത് കേൾക്കുവാൻ വിശ്വസിക്കുവാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണോ ഇത്തരം ജന്മങ്ങൾ അരങ്ങ് കീഴടക്കുന്നത്? അല്ല, ഫണ്ട് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തിരക്കഥ ഒരുക്കുന്നത് കൊണ്ടാണ് അവർ കാസ്റ്റ് ചെയ്ത ഇത്തരം കഥാപാത്രങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ആരും കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചർച്ചയാക്കുന്നില്ല. മണിപ്പൂർ കലാപം വിഷയമേ ആക്കുന്നില്ല. നവകേരള യാത്ര നടന്നിട്ട് എന്തായി എന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. സഹകരണ അപകട വിഷയങ്ങൾ ചർച്ചയാകുന്നേയില്ല. വിലക്കയറ്റവും പെൻഷൻ മുടങ്ങിയതും കടം പെരുകുന്നതും ചർച്ചയാകുന്നില്ല.
ചർച്ച ചെയ്യുന്നത് പണ്ട് പെടുത്തതും പണ്ട് ആരോ കൂട്ടിക്കൊടുത്തതും ഒക്കെയാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പിമ്പുകളും വേശികളും അരങ്ങു വാഴുമ്പോൾ രക്ഷപ്പെടുന്നത് ആരാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.